4 വർഷമായിട്ട് ബിടെക് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന ഒരു മകൻ ഇനി എന്ത് ചെയ്യണമെന്ന് അമ്മ ചോദിച്ചറിഞ്ഞിട്ട് മകന് പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പം അയാൾ 4 വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ചെയ്യുന്നുണ്ട്. ഇപ്പം എത്ര വയസ്സായി? 26. ആ 26 വയസ്സായ മകനെ ഈ അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ? അതെ, ഒരു ബിടെക് കഴിഞ്ഞ് 4 വർഷം ജോലി ചെയ്യുന്ന മകനെ ഇനി ഏത് വഴിയിലേക്ക് തിരിച്ചുവിടണം എന്ന് അമ്മ പറഞ്ഞു കൊടുത്തിട്ട് വേണോ? അതെ, പക്ഷെ ഞാൻ പറയണത് എന്താ അറിയോ, മക്കളെയൊക്കെ അവരവരുടെ വഴിക്ക് വിടണം. അവരിൽ ഒരു വിശ്വാസം ഉണ്ടാവുക. അവരെന്താണ് ചെയ്യണമെന്ന് പോലും ഞാൻ ചോദിക്കാറില്ല. കാരണം എന്താ അറിയോ, ആ മക്കൾക്ക് നമ്മളെക്കാളും വിവരമുണ്ട്. മനസ്സിലായോ? അവര് ഇടപഴകുന്ന അവരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ കൊളീഗ്സ്, അവരുടെ ഓഫീസിലുള്ള സീനിയർ ആൾക്കാർ, ഓഫീസിലുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ പറയുന്നത് കേൾക്കും. ഈ ഡോക്ടർ TPS കേൾക്കുന്ന വല്ല ബോധമുണ്ടോ? അതെ, മനസ്സിലായി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛന്മാർക്കൊക്കെ ഉണ്ടാവും, അതെനിക്കും ഉണ്ടാവും എൻ്റെ മക്കളെ കുറിച്ച്. പക്ഷേ ശരിക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവരവരുടെ വഴിക്ക് വിടുക. നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ സഹായിക്കുന്ന എൻ്റെ കുറേ കുട്ടികളും ആൾക്കാരും പിന്നെ അമ്മമാരും ഒക്കെ ഫോൺ ചെയ്ത് അതെ അതെ ഒരു കൊച്ചു മെഡിസിനും നമ്മുടെ ബ്രെയിനിൽ 1 ഇയർ പോയിട്ട് അതിന് കിട്ടിയില്ല, പിന്നെ എഞ്ചിനീയറിംഗിന് അതെ, അതൊക്കെ ആ ഒരു പ്രായത്തിൽ എൻ്റെ മക്കളോട് ഞാൻ സഹായം അവർ ചോദിക്കുമ്പോഴോ ചോദിക്കാതിരിക്കുമ്പോഴോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രായം കഴിഞ്ഞ് അവർ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ബിടെക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഗൈഡ് ചെയ്യാൻ പ്രാപ്തരല്ല. ഗൈഡ് ചെയ്യാൻ ശ്രമിക്കരുത്. അവരാരെ വിവാഹം കഴിക്കണം, അവരേതാ പെണ്ണ് എവിടെയാണ്, അവരെവിടെയാണ് വീടെടുക്കണത്, അത്യാവശ്യം വല്ലതും നമ്മളോട് ചോദിച്ചാൽ നമ്മളത് സഹായിക്കാന്നല്ലാതെ. മനസ്സിലായോ? അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിനേക്കാളും നല്ലത് നമുക്ക് നമ്മുടേതായ ഇപ്പം ആ ഒരു അവസ്ഥയിൽ മക്കളേക്ക് എത്തിച്ച് ഏകദേശം ഒരു പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ TPS എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ജനങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ അത് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മനസ്സമാധാനവും കേടാക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു, ഞാനിപ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിക്കേ, എന്നിട്ട് അത് മകൻ പറഞ്ഞ് അല്ലേ, അപ്പൊ അതിനേക്കാളും ഭേദം എന്താ? മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള എവിടെ മാർ അത്തനേഷ്യസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തിരുവല്ല ഇല്ലേ, അവിടെ 10 ദിവസം വന്ന് താമസിച്ച് ടീച്ചർമാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. 15 വർഷം മുമ്പ്, ഇപ്പോഴല്ല. ഓക്കെ. അതുപോലെ നിങ്ങളുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, അതും ചങ്ങനാശ്ശേരിയല്ലേ? അവിടെ ആയിരുന്നു എൻ്റെ ഭക്ഷണം. അച്ഛന്മാര് നന്നായിട്ട് എന്നെ നോക്കി 10 ദിവസം എനിക്ക് വേണ്ട ഭക്ഷണമൊക്കെ തന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിട്ടുകൊടുക്കാം. ഓക്കെ. പേരക്കിടാക്കളൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല പിള്ളേരുടെ. അല്ല, പിന്നെ ആരുടെ ശബ്ദം കേൾക്കണേ? ഞാൻ ഒരു കുഞ്ഞിപ്പിള്ളി പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞു പിള്ളേരെ. ഏത് സ്കൂളിലാ അത്? പ്രീ പ്രൈമറി. ആ സ്കൂളിലെ പിള്ളേരുടെ കാര്യം അന്വേഷിക്കും. അവരെ നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഡോക്ടർ TPSന്റെ ഗ്രാൻഡ്മാ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ചെറിയ കുട്ടികളെ എങ്ങനെ നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് പഠിപ്പിക്കാം. അത് ഇന്ത്യയുടെ പല ഭാഗത്തും പോയിട്ട് ചെറിയ ചെറിയ വില്ലേജുകളിലൊക്കെ താമസിച്ച് അവിടുത്തെ ചെറിയ കുട്ടികളെ 3 വയസ്സ് മുതൽ 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നന്നാക്കാനുള്ളൊരു പ്രോഗ്രാമാണ് എൻ്റെ. ഓക്കെ. എത്ര ടീച്ചർമാരുണ്ട്?
എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അത് ആരാ നടത്തുന്നത്? ഗവൺമെന്റിന്റെ സാറേ, ഗവൺമെന്റ്. കോൺട്രാക്ടില്. ഓക്കെ, അവരെ നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സമയം ചെലവഴിക്കാതെ. ഓൾ ദ ബെസ്റ്റ്. പ്രാർത്ഥനയുണ്ടാവും. സാറേ, താങ്ക് യു. താങ്ക് യു. ശരി.